ഹായ്, മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു ത്രെഡ് ബോക്സാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ബേസിക്കായിട്ട് സ്റ്റിച്ച്, അതായത് ജസ്റ്റ് ഷേപ്പ് ചെയ്യാനൊക്കെ ഉള്ളവർക്കും അങ്ങനെ ഷേപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് ബോക്സാണ്. അത്യാവശ്യം ബേസിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നു. മീഷോയിൽ നിന്നാണ് ഇത് ഞാൻ മേടിച്ചത്. അപ്പം ഇത് മോഹിനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇതാണ് ബോക്സ് വരുന്നത്. ബോക്സിനകത്ത് ത്രെഡും സാധനങ്ങളും എല്ലാം കൂടാണ് കിട്ടുന്നത്. അപ്പോൾ ബോക്സ് നല്ലൊരു ബോക്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതേപോലെ സൈഡിൽ രണ്ട് ഇതൊക്കെ ഉണ്ട്, അടയ്ക്കാനായി ടൈറ്റ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ആദ്യത്തെ എന്താ പറയണ്ട, ഇതിനകത്ത് ആദ്യം വരുന്നത് ഇതാണ് സൂചിയാണ്. സൂചി എന്ന് പറയുന്നത് നോർമൽ സൂചിയാണ്, അല്ലാതെ മിഷൻ സൂചിയല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ കത്രികയ്ക്ക് യൂസ് ചെയ്യുന്ന നല്ല മൂർച്ചയുള്ള സാധനമാണ്, കത്രികയ്ക്ക് പോലെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ബോബൻ കേസാണ്. 5 എണ്ണമാണ് ഇതിനകത്തുള്ളത്. 5 എണ്ണമായിട്ടാണ് ഐറ്റം ഉള്ളത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. യാതൊരു മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റല്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു ബ്ലൂ കളർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അഴിച്ചു വിടണമല്ലോ. അപ്പോൾ അഴിച്ചു വിടുമ്പോൾ നമ്മളെല്ലാം നൂലും മറ്റേ സൂചിയൊക്കെ കൊണ്ട് അഴിച്ചു വിടുമ്പോൾ, അല്ലെങ്കിൽ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അഴിച്ചു വിടുന്നതിന് പകരമായിട്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് അഴിച്ചു വിടാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇങ്ങനെ സ്റ്റിച്ച് അഴിക്കേണ്ട സ്ഥലത്ത് കയറ്റി വിട്ട് മേളിലോട്ടാക്കുമ്പോൾ തന്നെ ഫുൾ സ്റ്റിച്ചും പൊട്ടിപ്പോകും. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടത്, നമുക്ക് അഴിക്കാനൊക്കെ സ്റ്റിച്ചൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകുമ്പോൾ നമുക്ക് അഴിക്കാനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് 22 ത്രെഡ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് ത്രെഡൊക്കെ യൂസ് ചെയ്തുള്ളൂ. അതാണ് എല്ലാത്തിൻ്റെയും കവർ അതേപോലെ ഇരിക്കുന്നത്. ചിലതിൻ്റെയൊക്കെ 22 ത്രെഡാണുള്ളത്. നല്ല ക്വാളിറ്റി ത്രെഡാണ്. അപ്പോൾ ആദ്യം എനിക്ക് മേടിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി, ഇനി ഈ ത്രെഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്ന ത്രെഡാണോ, ക്വാളിറ്റി ഇല്ലായ്മയാണോ? അങ്ങനെയൊന്നും അല്ല, നല്ല ക്വാളിറ്റിയുള്ള നല്ല 22 വ്യത്യാസമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ വരുന്ന പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഞാനിത് യൂസ് ചെയ്തു, ത്രെഡ് പൊട്ടു അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കണ്ണടച്ച് മേടിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 157 രൂപയ്ക്ക്. ഇപ്പം മീഷോയിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം മീഷോയിൽ 130 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. 22 ത്രെഡാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ ത്രെഡ് ഒരു സ്റ്റാൻഡാണ്, ഈ ബോക്സ് നിറച്ചൊരു സ്റ്റാൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്രെഡ് വെക്കുമ്പം എല്ലാം ചുറ്റി പോവുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ കുഴഞ്ഞ് അങ്ങനെയൊന്നും കിടക്കത്തില്ല. സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അത് ഈ ബോക്സിൻ്റെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ബോക്സാണ്. യാതൊരു വിധത്തിൽ പൊട്ടുക അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല. നല്ല കുറേ കളേഴ്സ് ഇതിൽ അവൈലബിളാണ്. അപ്പം നമുക്ക് ബേസിക്കായിട്ട് ത്രെഡ് ചെയ്യാൻ അതായത് ബേസിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ, നമ്മൾ ഷേപ്പ് ചെയ്യുന്നവർക്കൊക്കെ, ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതും 130 രൂപയ്ക്കാണ് മീഷോയിൽ ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കാൻ. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ മേടിച്ചിട്ട് എനിക്ക് യാതൊരു നെഗറ്റീവ് ഒന്നുമില്ല. നമ്മൾ ക്വാളിറ്റി കുറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് തോന്നും ക്വാളിറ്റി അതിനനുസരിച്ച് മോശമായിരിക്കും. എന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ത്രെഡിനൊന്നും ഒരു കുഴപ്പമില്ല. മേടിക്കാൻ ആഗ്രഹമുള്ളവർ മേടിക്കുക. 130 രൂപയ്ക്ക് ഇപ്പോൾ മീഷോയിൽ ഓഫർ നടക്കുകയാണ്. 22 ത്രെഡും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളാണ് ഇതിൽ അവൈലബിൾ ആവുന്നത്. മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക.